എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടും സുഖമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നാട്ടില് മഴയും അതുപോലെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പല ഏരിയയിലൊക്കെ കൂടുതലാന്നൊക്കെ അറിഞ്ഞു. ഇവിടെ കർണാടകയിലാണെന്നുണ്ടെങ്കിലും ചില ഏരിയാസിലൊക്കെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന ഈ ഒരു ഏരിയയിലൊന്നും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, അതുപോലെ സേഫ് ആയിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മൺചട്ടി മയക്കിയെടുക്കുക അല്ലെങ്കിൽ സീസൺ ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ അത് ഞാൻ നാട്ടിൽ പോയിരുന്ന സമയത്ത് 3 മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതുപോലെ കുറച്ച് വലിയ മൺചട്ടികളാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ മൺചട്ടി മയക്കിയെടുക്കണ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് രീതിയിൽ നമുക്ക് മൺചട്ടി മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ ഇത് മീൻകറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൺചട്ടിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതൊരു എന്താ പറയുക, ചീനച്ചട്ടി, പഴയകാല ചീനച്ചട്ടിയുടെ ആ ഒരു മോഡലിലുള്ള മൺചട്ടി. ഇതൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, കുറച്ച് വലിയ സൈസിലാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ മൺചട്ടിയിൽ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കിയെടുക്കാന്ന് പറയുമ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ പഴയ കാലങ്ങളിലേക്ക് പലരും തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ. അപ്പോൾ എനിക്ക് പേഴ്സണലി മൺചട്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ കർണാടകയിൽ നിന്ന് മൺചട്ടി വാങ്ങിച്ചിട്ട് മായ്ക്കണ വീഡിയോ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നാട്ടിൽ പോയ സമയത്ത് തൃശ്ശൂർക്കാർക്ക് അറിയാൻ പറ്റുണ്ടാവും, ശക്തൻ ബസ് സ്റ്റാൻഡില്ലേ അതിൻ്റെ അടുത്തായിട്ട് മൺചട്ടി വിൽക്കണ ഒരുപാട് ഏരിയ നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഇത് അത്യാവശ്യം കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള മൺചട്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് മയക്കിയെടുക്കുക, അതായത് എളുപ്പത്തിൽ എങ്ങനെയാണ് മയക്കിയെടുക്കുക. ഒരുപാട് ദിവസം വെച്ചിട്ടുള്ള പ്രോസസ്സ് ഒന്നുമല്ല, ഒറ്റ ദിവസം കൊണ്ട്, അതായത് കുറച്ച് സമയം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു 3 മൺചട്ടി മയക്കിയെടുക്കാന്നാണ് ഞാൻ കാണിക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പൊ നമുക്ക് മൺചട്ടി ആദ്യം ഓരോന്നായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പൊ മൺചട്ടി കഴുകിയെടുക്കുന്ന സമയത്ത് ഒരിക്കലും സോപ്പ് ഉപയോഗിക്കരുത്, പ്രത്യേകിച്ച് നമ്മൾ മയക്കിയെടുക്കണതിന് മുമ്പ് ഉപയോഗിക്കരുത്. മയക്കിയെടുത്തതിന് ശേഷം എന്നുണ്ടെങ്കിലും സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മൺചട്ടിയിലാവുമ്പോൾ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാവും. ഈ ഹോൾസ് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടല്ലോ അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം കുക്ക് ചെയ്യണ സമയത്ത് ഈ അബ്സോർബ് ചെയ്ത ഒരു സോപ്പ് ഉണ്ടല്ലോ അത് പുറത്തോട്ട് വരും. അപ്പോൾ തീരെ എന്താ പറയുക, ഹെൽത്തി അല്ലല്ലോ സോപ്പൊക്കെ നമ്മളുടെ ഭക്ഷണത്തിൽ വരുമ്പോൾ. അപ്പോൾ അത് കാരണം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇത് കഴുകാൻ കടലമാവാണ് കേട്ടോ. കടലമാവ് ഉപയോഗിച്ചിട്ട് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പോൾ ചില മൺചട്ടികൾ, അതായത് ഇപ്പോൾ കഴുകിയെടുക്കുന്ന സമയത്ത് റെഡിഷ് കളറൊക്കെ ശരിക്കും പുറത്തോട്ട് വരും. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ട് ഇതുപോലുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിലിപ്പോൾ കളറൊന്നും പുറത്തോട്ട് വരുന്നില്ല. എല്ലാവിടെയും കേട്ടോ. എല്ലാവിടെയും ഇതിൻ്റെ പുറം ഭാഗത്തും അകം ഭാഗത്തും എല്ലാവിടെയും നന്നായിട്ട് ഇതുപോലെ ഉണ്ട് കഴുകിയെടുക്കാം. കണ്ടില്ലേ, തീരെ കളറൊന്നും വരുന്നൊന്നുമില്ല. ശേഷം ഈ മൺചട്ടിയിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ വരെ നമുക്ക് ഇതുപോലെ വെള്ളം നിറച്ച് മാറ്റി വയ്ക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടബോ അല്ലെങ്കിൽ ഒരു ബക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഉള്ളിലേക്ക് ഇത് ഇറക്കി വയ്ക്കാം. അപ്പോൾ പുതിയ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം വലിച്ചു കൊടുക്കും. അടുത്ത മൺചട്ടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കഴുകിയെടുക്കാം. 3 ഞാനിനിപ്പോൾ ഒന്ന് കഴുകിയെടുക്കട്ടെ. മൺചട്ടി നമ്മൾ വാങ്ങിക്കുമ്പോൾ നോക്കി വാങ്ങിക്കുക. എന്തെങ്കിലും പൊട്ടലോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ മൺചട്ടിയൊക്കെ ഒഴിവാക്കാം കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്ത മൺചട്ടി നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കഴുകിയെടുക്കാം. അതുപോലെ നമ്മളിത് സീസൺ ചെയ്തെടുക്കാത്തതല്ല, അത് കാരണം സൂക്ഷിച്ച് പിടിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിപ്പോവും. സീസൺ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇത് പെട്ടെന്ന് പൊട്ടി പോവില്ല. നമുക്ക് കുറേ നാൾ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഒരു മണ്ണിൻ്റെ മണം ഉണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് നമ്മൾ മയക്കിയെടുക്കണം അതുകൊണ്ട്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിലിപ്പോൾ തീരെ കളർ കാര്യങ്ങളൊന്നും അങ്ങനെ അടിച്ചിട്ട് വരണതൊന്നുമല്ല. ചില മൺചട്ടി ശരിക്കും പറഞ്ഞാൽ കഴുകുമ്പോൾ ഒരുപാട് ഓറഞ്ച് ഷെയ്ഡ് ശരിക്കും ഇങ്ങനെ ഇളക്കി പോകുന്നത് കാണാം.
ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ നിറയെ വെള്ളം എടുക്കാം. അപ്പോൾ നമ്മുടെ 3 മൺചട്ടി വെള്ളത്തോട് കൂടി ഇതുപോലെ ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഇപ്പൊ ഒരു അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. നമ്മൾ ആദ്യം വെള്ളം നിറച്ച മൺചട്ടിയിൽ കണ്ടോ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം നമുക്ക് കളയാം. രണ്ട് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സീസൺ ചെയ്തെടുക്കാൻ ആദ്യം ആവശ്യം കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ നമ്മുടെ റെഡ് റൈസ് അല്ലെങ്കിൽ കുത്തിരിവിക്കില്ലേ, പാലക്കാടൻ മട്ട, അതിൻ്റെ കഞ്ഞിവെള്ളമാണ്. ഏതിൻ്റെ കഞ്ഞിവെള്ളമാണെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാർച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മൺചട്ടി എടുക്കാം. ഇതിലേക്ക് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടോ ഞാൻ 3 മൺചട്ടിയിലും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കഞ്ഞിവെള്ളം നന്നായിട്ട് തിളച്ച് കുറച്ച് ഭാഗം ഒന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉണ്ട് നന്നായിട്ട് തിളച്ചിട്ട് ഇത്രയേ വറ്റി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. തിളച്ച് വരുമ്പോൾ തന്നെ ആയിക്കോളും. ഇതും ഇത്രയ്ക്ക് വറ്റി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ നമ്മുടെ 3ാമത്തെ ചട്ടി ഇവിടെ ഇരുന്ന് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഇത് മതി കേട്ടോ, എത്ര തിളച്ചാൽ മതി. എല്ലാത്തിനും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ നമുക്ക് കളയാം. എല്ലാം ഞാൻ കളയാണ്. ഇപ്പൊ കണ്ടോ ഞാൻ ഇതിന്റെ ഉള്ളിലെ കഞ്ഞിവെള്ളം എല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകിയിട്ടില്ല കേട്ടോ. കഴുകണം എന്നുണ്ടെങ്കിൽ നിങ്ങളിത് കഞ്ഞിവെള്ളം കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഈ പാത്രം തണുത്ത് വരണം. അതിന് ശേഷം കഴുകിയെടുത്താൽ മതി. അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടാനൊക്കെ ഉള്ള ഒരു സാധ്യത കൂടുതലാട്ടോ. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്ത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണ ഇതിലേക്ക് അത്യാവശ്യം ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിലേക്കും ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. അടുത്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇത് ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് എല്ലാവരുടെയും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഈ ഒരു വശങ്ങളിലും എല്ലാവരുടെയും നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ 2 മെത്തേഡ്സ് കാണിച്ചിട്ടുണ്ട് ചട്ടി മയക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് വേറെ മെത്തേഡ്സ് ആണ് കേട്ടോ. ചായയിൽ ഉപയോഗിച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അതുപോലെ നാളികേരം ചെരുകിയത് വെച്ചിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ 3 ചട്ടി നന്നായിട്ടൊന്ന് മയങ്ങി വരട്ടെ. എല്ലാവരുടെയും നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് വരണം ഈ ഒരു എണ്ണ. അപ്പോൾ ഈ ചട്ടി എണ്ണയൊക്കെ ഒന്ന് അബ്സോർബ് ചെയ്ത് എടുക്കും. അപ്പോഴാണല്ലോ നമ്മൾ ഇതിൽ കറി അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ ഉണ്ടാക്കണമെങ്കിലും അടിയിൽ പിടിക്കാതെ നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടല്ലോ. നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു കുറച്ച് സമയം ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ കേട്ടോ. എണ്ണ കണ്ടോ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ആക്ച്വലി ഇപ്പം അത് ഇത്ര അധികം വരുന്നത് എള്ളെണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചൊരു പത ഉണ്ടാവും. പിന്നെ ഇത് കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉള്ള കാരണം ഇത്രയ്ക്കൊരു പത വരുന്നത്. ഇങ്ങനെ നല്ലപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇപ്പോൾ ഉണ്ടോ ചട്ടികളെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്, 3 ചട്ടിയും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് ഇവിടെ നിന്നിരുന്ന് തണക്കട്ടെ. അപ്പോൾ നമ്മുടെ 2ാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇപ്പോൾ 3 ചട്ടി നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കഴുകണമെന്നുണ്ടെങ്കിൽ കഴുകിയെടുക്കാം. ഞാനിപ്പോൾ ഈ എണ്ണ ഉണ്ടല്ലോ ഈ ഒരു എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇനി എണ്ണ വീണ്ടും നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വന്നോട്ടെ. കണ്ടോ എണ്ണ നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. മുറിച്ച് വെച്ച സവാള. മൂന്നെണ്ണത്തിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് എടുക്കാം. നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ലേ സവാള. ഈ ഒരു ചട്ടിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് വഴറ്റുന്ന ആവശ്യത്തിന് എണ്ണ ഇതിലുണ്ട്. നന്നായിട്ട് ഈ സവാള ഫ്രൈ ആയിട്ട് വന്നോട്ടെ. എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവാളയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാളികേരം ചെരുകിയതും കൂടി ചേർത്തിട്ട് വറുത്തെടുക്കാവുന്നതുള്ളൂ കേട്ടോ.
ഇപ്പൊ കണ്ടോ, ഈ ഒരു സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാത്തിനും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടില്ലേ, നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു ചട്ടിയിലെയും വഴന്ന് വന്നിട്ടുണ്ട് നന്നായിട്ട്. ഇതും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ. തണുത്തതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ കണ്ടോ, നമ്മുടെ മൺചട്ടികളെല്ലാം നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു സവാള ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് കളയാക്കാം. ഇത് മാറ്റാം. കണ്ടോ, സവാളയൊക്കെ നല്ല ഫ്രൈ ആയിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സവാളയൊക്കെ ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൺചട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ നേരത്തെ എടുത്തതുപോലെ തന്നെ കടലമാവ് കൊണ്ടാണ് കേട്ടോ നമ്മളിത് കഴുകിയെടുക്കേണ്ടത്. സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കരുത്. അപ്പോൾ എല്ലാവിടെയും നന്നായിട്ട് കഴുകിയെടുക്കാം. കണ്ടോ, ഇപ്പം മൺചട്ടി നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. എല്ലാം അതുപോലെ തന്നെ കഴുകിയെടുക്കാം. നമ്മുടെ ചട്ടിയൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം മായങ്ങി വന്ന ചട്ടിയും മായ്ക്കിയെടുക്കാത്ത ചട്ടിയും തമ്മിൽ പെട്ടെന്ന് നമുക്ക് പ്രത്യക്ഷത്തിലൊരു വ്യത്യാസം തോന്നുന്നത്, നമ്മൾ ചട്ടി കഴുകിയെടുക്കുന്ന സമയത്ത് മായ്ക്കിയെടുക്കാത്ത ചട്ടിയാണെങ്കിൽ ജസ്റ്റ് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വെള്ളമൊക്കെ വറ്റിപ്പോവും. ഇത് മായ്ക്കിയെടുത്തുകൊണ്ട് തന്നെ വെള്ളം അതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. കണ്ടില്ല ഒരു വ്യത്യാസം? അപ്പോൾ ഞാനിത് മായങ്ങി വന്നോന്ന് കാണിക്കാം. ഇതാ ഈ ചട്ടിയും കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ മായ്ക്കിയെടുത്ത് വന്നപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് കണ്ടില്ലേ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. എല്ലാ ചട്ടിക്കും വന്നിട്ടുണ്ട് അതുപോലെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചീനച്ചട്ടിയുടെ ഷേപ്പിലുള്ള ഈ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ചൂടായിട്ട് വരട്ടെ. പിന്നെ ഇത് സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം എണ്ണ പരട്ടിയിട്ട് സൂക്ഷിക്കാം കേട്ടോ. അപ്പോൾ പലരും മൺചട്ടി എടുത്ത് വയ്ക്കുമ്പോൾ ഒരു പരാതി പറയാറുള്ളത്, അതായത് പൂപ്പൽ പോലെ വരുന്നു മൺചട്ടിയിൽ. ഇപ്പം മൺചട്ടി ഒക്കെ ആകുമ്പോൾ എപ്പോഴും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ പൂപ്പൽ വരുന്നു. അപ്പോൾ പൂപ്പൽ വരാതിരിക്കാനും നന്നായിട്ട് എണ്ണ തേച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പൂപ്പൽ കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ശരിക്കും പറയാം, നാട്ടിൽ നിന്ന് ഇത് കൊണ്ടുവന്നിട്ട് കുറേ നാളായി. ഇപ്പോഴാണ് മായ്ക്കെടുക്കാനുള്ളൊരു സമയം കിട്ടിയത്. ഇപ്പം ഈ ഒരു മൺചട്ടിയിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ഇപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ തോരനൊന്നും ഉണ്ടാക്കാതെ ചാറ് കറികൾ ഉണ്ടാക്കുക, അതായത് ഇപ്പോൾ നാളികേരം വറുത്തരച്ച കറികൾ, അതായത് തീയൽ എന്നൊക്കെ പറയില്ലേ, അതുപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മയങ്ങി വന്നോളൂ. ഇതിപ്പോൾ മയങ്ങി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നന്നായിട്ട് ഈ ചട്ടി ഒന്ന് ചൂടായിട്ട് വരണം. ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ മായ്ക്കെടുക്കണതാണ്. ശരിക്കും ട്രഡീഷണൽ മെത്തേഡ്സ് പലതും ഉണ്ട്. ഉമ്മിയിട്ടിട്ട് കത്തിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നാട്ടിലൊക്കെ. ഇതിപ്പോൾ ഫ്ലാറ്റിലുള്ളവർക്കോ അല്ലെങ്കിൽ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും മായ്ക്കെടുക്കാവുന്നൊരു മെത്തേഡ് എന്ന് തന്നെ പറയാം. ശരിക്കും നമ്മൾ സീസൺ ചെയ്യാതെ മൺചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാക്കുന്ന കറികൾക്ക് ഇണങ്ങുന്നുണ്ടെങ്കിലും ഒരു മണ്ണിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ട് വരില്ല. പിന്നെ അടിയിൽ പിടിച്ചാലും നമുക്ക് കുക്കിംഗ് അത്ര വലിയ സുഖം ഉണ്ടാവില്ല. ഇപ്പോൾ കണ്ടോ, എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നോക്കാം ഇത് എടുക്കാൻ കിട്ടുമെന്ന്. കറക്റ്റായിട്ട് വാങ്ങി വന്നാൽ മാത്രമേ ഇത് എടുക്കാൻ കിട്ടുള്ളൂ. കുറച്ച് കുരുമുളക് പൊടി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പാണ്. ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ടേസ്റ്റിനനുസരിച്ച്. ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പം തന്നെ കണ്ടോ, ഇതിൽ അടിയിലൊന്നും പിടിച്ചൊന്നും വരുന്നൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ കണ്ടോ, നമ്മുടെ ബുൾസായി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ, നമുക്ക് എടുക്കാം. കണ്ടില്ലേ, അടിയിലൊന്നും പിടിക്കണമെന്നില്ല. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ മൺചട്ടി എന്ന് പറയുമ്പോൾ പലരും പറയാനായിട്ടുണ്ട്, അതായത് ഗ്യാസ് സിലിണ്ടറൊക്കെ പെട്ടെന്ന് തീരും മൺചട്ടിയിൽ കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് മൺചട്ടി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ മൺചട്ടി ചൂടായിട്ട് വരാനല്ലേ കുറച്ച് സമയം എടുക്കുള്ളൂ. ചൂടായിട്ട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയായിട്ട് സീസണായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, അടിപൊളി. അപ്പോൾ നന്നായിട്ട് വാങ്ങിയെന്ന് മനസ്സിലായില്ലേ? ചട്ടികളെല്ലാം നമ്മുടെ ബാക്കിയുള്ള ചട്ടികളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ മൺചട്ടി മായ്ക്കെടുത്ത് നോക്കും. അടിപൊളി തന്നെയാണ്.